എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പറ. ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശു പറ. നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്ദി നിറയുന്ന സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പറ. ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശു പറ. നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്ദി നിറയുന്ന സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. പാപത്താൽ നിന്ന് എന്നെ കോരിയെടുക്കാനായി ശാപ ശിക്ഷ ചോദിക്കാമോ അഴിക്കാമോ? മഹാശാപ ശിക്ഷകളേറ്റ ദേവാത്മജ. എന്നെ അൻപോടു ദിനം തോടിനടത്തുന്ന ഉന്നീടയനന്ദം വന്ദനമേ. എന്റെ പുന്നീടയൻ അനന്തം വന്ദനമേ. പാപത്താൽ നിന്ന് എന്നെ കോരിയെടുക്കാനായി ശാപ ശിക്ഷകളേറ്റ ദേവാത്മജ. മഹാശാപ ശിക്ഷകളേറ്റ ദേവാത്മജ. എന്നെ അൻപോടു ദിനം തോന്നടത്തുന്ന ഉടയനന്ദം വന്ദനമേ. എന്റെ പൊന്നീടയ അനന്തം വന്ദനമേ. എന്നിൽ നിന്നു കൂടാതെ എന്നെ ഓജസ്സൻ മുൻപാകെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ. എന്നെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ. മന്നീടത്തിൽ അടിയാൻ ജീവിക്കും നാളെല്ലാം വന്നു ചെയ്യും തിരുനാമത്തിനു. ദൈവവന്ദനം ചെയ്യും തിരുനാമത്തിനു. കാലം കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ. എന്നെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ. മന്നീടത്തിലടിയാൻ ജീവിക്കും നാളെല്ലാം ചെയ്യും നാമത്തിനു. ദൈവവന്ദനം ചെയ്യും തിരുനാമത്തിനു.
ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രം എന്നും യോഗ്യനീ. സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രം എന്നും യോഗ്യനീ. സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
അന്യഭാഷകളെ ആരാധിക്കുമ്പോൾ നമ്മുടെ സംസാരിക്കുന്ന മനുഷ്യനോട് ഭാര്യയോട് ദൈവത്തോടെ സംസാരിക്കുന്നത്. ഇത് രാത്രി അന്യഭാഷ തന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാം ഒന്നിച്ചിരിക്കുന്ന
യേശുവിൻ നാമത്തിലെ ആമേൻ. ആമേൻ. പ്രാർത്ഥന കേട്ട് കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്യും. എല്ലാ കരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യട്ടെ. എല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നാട്ടെ. ഹല്ലേലൂയ. രാത്രി നമ്മുടെ മുന്നിൽ സമയം ഒട്ടുമില്ല. കർത്താവിന്റെ സ്തോത്രം. 9 മണിയാകുമ്പോൾ നമ്മൾ വൈകിട്ട് ചെയ്യാൻ തുടങ്ങണം. കർത്താവിന്റെ സ്തോത്രം. എന്താ മാത്രമേ 9:30 ഇവിടെ ഹോൾ കാലിയായിരിക്കണം. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊരു വാക്യം വായിക്കാം. ഒരു വാക്യം കർത്താവിന്റെ സ്തോത്രം. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ, പഴയ നിയമ പുസ്തകമായിരിക്കുന്ന നെഹമ്യാവിന്റെ പുസ്തകം 8-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 7-ാം മാസം 1-ാം തീയതി എസ്രാ പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുമ്പാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. നീർവാതിലിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിക്കുവാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണം വായിച്ചു. സർവജനവും ശ്രദ്ധിച്ചു കേട്ടു. ഈ ആവശ്യത്തിന് ഉണ്ടാക്കിയിരുന്ന ഒരു പ്രസംഗ പീഠത്തിൽ എസ്രാ ശാസ്ത്രി കയറി നിന്നു. അവന്റെ അരികെ വലത്തുഭാഗത്ത് മധ്യാവ്, ശേവ, അനായേവ്, ഊരിയാവ്, ഹിൽക്കിയാവ്, ഊസായേവ് എന്നിവരും ഇടത്തുഭാഗത്ത് പെരായേവ്, മിശായേൽ, മൽക്കിയാവ്, ഹാഷു, ഹശ്ബദന, സെക്കരിയാവ്, മെഷൂലാം എന്നിവരിൽ നിന്നു. എസ്രാ സകല ജനവും കാണെ പുസ്തകം വിടർത്തി. അവൻ സകല ജനത്തിന് മീതെ ആയിരുന്നു. അത് വിടർത്തിയപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. എസ്രാ മഹാദൈവമായ യഹോവയെ സ്തുതിച്ചു. ജനമൊക്കെയും കൈമുഴത്തി ആമേൻ ആമേൻ എന്ന് പ്രതിവചനം പറഞ്ഞു. വണങ്ങി സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. ജനം തത്താന്റെ നിലയിൽ നിന്ന് തന്നെ നിന്നിരിക്കെ യേശുവ, ബേനി, ശമരിയ, ശെരബ്യാവ്, യാമീൻ, അക്കൂബ്, ശബ്ബത്തായി, ഹോദിയാവ്, മസായിയാവ്, കെലീഥ, അസറിയാവ്, യോസാഫാത്ത്, ഹനാൻ, പെലയാവ് എന്നിവരും ലേവ്യരും ജനത്തിന് ന്യായപ്രമാണത്തെ പോരിൽ തിരിച്ചു കൊടുത്തു. ഇങ്ങനെ അവർ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ച് കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ദേശാധിപതിയായ നെഹമ്യാവ്, ശാസ്ത്രിയായ എസ്രാ പുരോഹിതനും ജനത്തെ ഉപദേശിച്ചു പോകുന്ന ഏവരും സകല ജനത്തോടും ഈ ദിവസം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, കരയിലെ വരുന്നത് എന്ന് പറഞ്ഞു. ജനമെല്ലാം ന്യായപ്രമാണ വാക്യങ്ങളെ കേട്ടപ്പോൾ കരഞ്ഞു പോയിരുന്നു. അനന്തരം അവരവരോട്, നിങ്ങൾ ചെന്ന മൃഷ്ടാന്ന ഭോജനവും മധുര പാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയക്കുവിൻ. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്. യഹോവയുടെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ എന്ന് പറഞ്ഞു. കർത്താവിനെ സ്തോത്രം. ദൈവം നമ്മെ കേൾപ്പിച്ച നല്ല ദൈവവചനത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പഴയ ദൈവ പുസ്തകത്തിൽ നെഹമ്യാവ് എന്ന് പറയുന്ന ഹല്ലേലൂയ ഗവർണർ, കർത്താവിനെ സ്തോത്രം, എസ്രാ എന്ന് പറയുന്ന ന്യായശാസ്ത്രി, the priest of the nation, ഹല്ലേലൂയ. അങ്ങനെ രണ്ടുപേരെ ചേർന്ന് അവരും ഇസ്രായേൽ ജനത്തിലെ സകല ലീഡേഴ്സ് ചേർന്ന് അവൻ മതില് പണിയുന്ന സമയത്ത്, അവൻ ഇസ്രായേലിന്റെ അവൻ ആലയത്തിന്റെ മതില് പണിയുന്ന സമയത്ത് ദൈവത്തിന്റെ വചനം പറയുക, അവര് ദൈവത്തിന്റെ പുസ്തകം കൊണ്ടുവന്നു. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. 2-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവർ ന്യായപ്രമാണ പുസ്തകത്തെ കൊണ്ടുവന്നു. കർത്താവിന്റെ സ്തോത്രം. അതിന്റെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഈ ആവശ്യത്തിന് ഉണ്ടായിരുന്ന ഒരു പ്രസംഗ പീഠത്തിൽ എസ്രാ ശാസ്ത്രി കയറി. കർത്താവിന്റെ സ്തോത്രം. അവന്റെ വലതുഭാഗത്ത് 4 പേര്, ഇടതുഭാഗത്ത് 4 പേര്. കർത്താവിന്റെ സ്തോത്രം. അങ്ങനെ വളരെ ഭയഭക്തിയോടെ അവര് വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ, വചനത്തിന്റെ പൊരുള് അവൻ വേർതിരിച്ചു കൊടുക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ജനമെല്ലാം ന്യായപ്രമാണ പുസ്തകത്തിന്റെ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ കേട്ടിട്ട് അവര് കരഞ്ഞുപോയി. ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ദൈവത്തിന്റെ വചനം നാളുകളോളം അവർക്ക് അവൻ അന്യമായിരുന്നു. അവൻ സ്തോത്രം. അവൻ അത് പ്രകാരം ജീവിച്ചില്ല. അവരുടെ ഹൃദയം അനുതാപം കൊണ്ട്, ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് അവൻ സ്തോത്രം അവരെ കടന്നുപോയി. അവൻ അത് കണ്ട്
നെഹമ്യാവ് എസ്രായേൽ അവരോട് പറഞ്ഞു, നിങ്ങൾ കരയരുത്. ആമേൻ, ഹല്ലേലൂയ. യഹോവയിലെ ആമേൻ സ്തോത്രം സന്തോഷമല്ലോ നിങ്ങളുടെ ബലമെന്ന് പറയുവാനിടയായിത്തീർന്നു. കർത്താവിന്റെ സ്തോത്രം. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: Joy of the Lord is your strength. Amen. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ചില ദൂതുകൾ മാത്രം കൈമാറി ആമേൻ സ്തോത്രം ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കും. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഹല്ലേലൂയ, നെഹമ്യാവ് തുടങ്ങിയ ആളുകൾ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, അവിടെ വ്യാപരിച്ച ഒരു ദൈവശക്തിയുണ്ട്. കർത്താവിന്റെ സ്തോത്രം. അവൻ പുതിയ ദൈവത്തിലാണെങ്കിൽ നമുക്കറിയാം അത് പരിശുദ്ധിയാത്മാവിന്റെ ശക്തിയാണ്. പ്രിയമുള്ളവരെ, വേഗത്തിൽ അത് കയറട്ടെ. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വായിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ പരിശുദ്ധിയാത്മാവിന്റെ തള്ളിക്കയറ്റമുണ്ടാകും. അത് ഒരു മനുഷ്യന് വേണ്ടിയിട്ടല്ല, ഒരു ദേശത്തിന് വേണ്ടി ദൈവം അയക്കുന്ന ദൈവശക്തിയാണ്. ദൈവത്തിന്റെ വചനം പറയുക, അത് കേട്ടുകൊണ്ടിരുന്ന സകലരും കരഞ്ഞുപോയി. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് സാധാരണ വചനങ്ങളല്ല. ഇതിന്റെ അകത്ത് എഴുതി വച്ചിരിക്കുന്ന വാക്കുകളുണ്ട്. നിന്റെ ജീവിതത്തെ മാറ്റുവാനുള്ള ശക്തിയുണ്ട്. ഇത് ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുക, യഹോവയിലെ സന്തോഷം. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നു ജോയ് ഓഫ് ദ ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ആമേൻ യഹോവയിലെ സന്തോഷം എന്ന് ആമേൻ സ്തോത്രം അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്തതേ ഉള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ അർത്ഥം യഹോവയുടെ ദൈവത്തിന്റെ സന്തോഷം എന്നാണ്. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, ദൈവത്തിന്റെ സന്തോഷമാണ് നിന്റെ ഫലം. ആമേൻ. ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ സന്തോഷത്തെ കുറിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, ദൈവത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് ആമേൻ നമുക്കത് ശക്തിയാണ്. ദൈവത്തിന്റെ സന്തോഷം എന്റെ അകത്ത് വന്നാൽ ആമേൻ ഞാൻ ശക്തിയുള്ളവനാകും. രാവികാലത്തിന്റെ മന്ത്രവാദത്തിന്റെ ദുർഭൂതങ്ങളുടെ ശാപങ്ങളുടെ രോഗത്തിന്റെ കേന്ദ്രങ്ങളെ അഴിക്കുന്നവരായി തീരും. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, Joy of the Lord is your strength. Amen. Hallelujah. അത് നിന്റെ സ്ട്രെങ്ത് ആണ്. നിന്റെ ബലഹീനതയിൽ, നിന്റെ രോഗത്തിൽ, നിന്റെ തകർച്ചയിൽ ദൈവത്തിന്റെ സന്തോഷം നിനക്ക് പുറമെയും നിന്നെ ചേവനമായ സമയത്ത് സന്തോഷിക്കണം. യഹോവയുടെ സന്തോഷം, യഹോവയുടെ സന്തോഷം, ദൈവത്തിന്റെ സന്തോഷം. അത് പറഞ്ഞതുപോലെ തന്നെ അത് മനുഷ്യന്റെ സന്തോഷമല്ല, പിന്നെ ആരുടെ സന്തോഷമാണ്? ദൈവത്തിന്റെ സന്തോഷമാണ്. കർത്താവിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോസ്തലനായിരുന്ന പൗലോസ് പറയുക, rejoice. നമ്മൾ ചോദിക്കും, പൗലോസേ എങ്ങനെ സാധിക്കും? You are in the prison house. നീ ഇരിക്കുന്നത് അവൻ കാരാഗൃഹത്തിന്റെ മധ്യത്തിലാണ്. അവനെ നിൽക്കുമ്പോൾ പൗലോസ് പറയും, you must rejoice. Again I'm telling you, you must rejoice. ഏത് rejoice? ഏത് സന്തോഷം? ദൈവത്തിന്റെ വചനം പറയുക, യഹോവയുടെ സന്തോഷം. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ സന്തോഷമായിരിക്കാൻ നമ്മുടെ സാഹചര്യങ്ങളുമായി അതിന് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ കേട്ടില്ല, രോഗക്കിടക്കുകയാണ്, ഡോക്ടർമാർ അയ്യോ എന്ന് പറഞ്ഞ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഞാൻ പറയും, ഹല്ലേലൂയ, എന്റെ സന്തോഷത്തിന് ആദ്യമില്ല. ഞാൻ ജയവാളിയാണ്, ഞാൻ ക്രിസ്തുവിൽ ജയവാളിയാണ്. ഈ ലോകത്തെ ഞാൻ ഭയങ്കര ആർക്കും പറയുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഇതിന്റെ പേരാണ് യഹോവയുടെ സന്തോഷം. നീക്ക് സന്തോഷമല്ല, നിനക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന്റെ സന്തോഷമാണ്. സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോ അവൻ കേട്ടുകളയും, എന്തുകൊണ്ടാണെന്നറിയാമോ? ഇത് ദൈവത്തിന്റെ സന്തോഷമാണ്. ഇതിന്റെ അകത്ത് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുക.
ഒരു കാര്യം കൂടി പറഞ്ഞ് അവനെ സ്വന്തം ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കർത്താവിന്റെ സ്വന്തം ഹല്ലേലൂയ. എപ്പോഴാ യഹോവയുടെ സന്തോഷം നമ്മുടെ മേൽ വരുന്നത്? എങ്ങനെയാ ഈ യഹോവയുടെ സന്തോഷത്തിലേക്ക് നമ്മൾ കടന്നു കയറുന്നത്? അവൻ സ്വന്തം പ്രവരെ അനുജന എനിക്ക് ആ സന്തോഷം വേണമെന്ന് വിളിച്ചു പറയുന്നത് നിങ്ങളോട് പറയാം. സർവശക്തനായിരിക്കുന്ന യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഒന്ന്, നഷ്ടപ്പെട്ട ധനങ്ങളുടെ അവൻ സ്വന്തം നഷ്ടപ്പെട്ട യാഗിന്റെ കഥ. മൂന്ന്, നഷ്ടപ്പെട്ട മകന്റെ കഥ, പുത്രന്റെ കഥ. വായിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഹല്ലേലൂയ 15-ാമത്തെ അധ്യായത്തിൽ ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം അവന്റെ സ്വന്തം അവിടെ പറഞ്ഞിരിക്കുക. അവൻ നഷ്ടപ്പെട്ടപ്പോ പോയി നഷ്ടപ്പെട്ടപ്പോ ആ സഹോദരിക്ക് എന്റെ സഹിക്കത്തില്ല. 10 ദ്രവ്യം ഉണ്ടായിരുന്നു, അതിലൊന്നും നഷ്ടപ്പെട്ടു. ദൈവം എന്നെ പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ ലോകം മുഴുവൻ അന്വേഷിച്ചു. അവൻ സ്വന്തം എന്നിട്ട് പറയുന്നു അവിടെ ഏതും അത് കണ്ടു കിട്ടിയില്ല. ഒടുവിൽ എങ്ങനെ കിട്ടിയപ്പോ അവൻ സ്വന്തം വചനം പറയുക അവർക്ക് വലിയ സന്തോഷമുണ്ടായി എന്ന് പറയും. അവർക്ക് വലിയ സന്തോഷമുണ്ടായി. എപ്പോഴാ സന്തോഷം ഉണ്ടാവും എന്നറിയാമോ? നഷ്ടപ്പെട്ടവരെ കണ്ടു കിട്ടുമ്പോഴാണ് സന്തോഷം. അവൻ ആടിനെ അന്വേഷിച്ച് നടക്കുന്ന ഇടയന്റെ കഥ ദൈവത്തിന്റെ വചനം പറയുക. നിങ്ങൾക്ക് വചനം കിട്ടുവാണെങ്കിൽ ഡിസ്പോസ് ചെയ്തോട്ടോ. ഇത് വായിക്കാൻ സമയമില്ലാത്ത അവൻ ഇടയന്റെ ആട് നഷ്ടപ്പെട്ടു. കിട്ടിക്കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ വചനം പറയുക ആട്ടിൽ കുട്ടിയെ തോളിലിട്ടേച്ച് അവരെ സന്തോഷിച്ചു. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് രാത്രി മനസ്സിലാവുന്നവരെ സ്തോത്രം ചെയ്യുക. നിന്നെ കണ്ടു കിട്ടുമ്പോൾ സന്തോഷിക്കുന്ന ഒരു ഇടയനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവന്റെ സ്വന്തം ദൈവത്തിന്റെ സന്തോഷം എന്താണെന്ന് എനിക്കറിയാമോ? നഷ്ടപ്പെട്ട ചിലരെ ദൈവത്തിന് മനസ്സിൽ കിട്ടുമ്പോൾ ദൈവം സന്തോഷിക്കണം. ദൈവത്തിന്റെ സന്തോഷം നിങ്ങൾക്ക് മനസ്സിലായില്ല. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഒരു മനുഷ്യന് ഒരു കുഞ്ഞികളുണ്ടായിരുന്നു. ആമേൻ. സ്തോത്രം. ഒരു ഭയങ്കര എന്ത് പറഞ്ഞാലും മൂന്ന് പറയും. കർത്താവിന്റെ സ്തോത്രം. മറ്റതിൽ നിന്ന് പറയുന്നില്ല. ആമേൻ. സ്തോത്രം. വേറൊരുത്തരുണ്ട് എളിയ മകൻ. ആമേൻ. സ്തോത്രം. ആമേൻ. സ്തോത്രം. അവന് സ്വന്തം ഇഷ്ടമാണ്. കർത്താവിന്റെ സ്തോത്രം. ഒരിക്കലും അവൻ അപ്പനോട് പറഞ്ഞു, അപ്പാ എന്റെ പോഷൻ ഇങ്ങനെ അവനേക്ക് ഞാനിന്ന് പോവുകയാണ്. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു പുത്രൻ ആമേൻ സ്വന്തം ഇറങ്ങിപ്പോയി. അപ്പന്റെ ഷെയറെല്ലാം മേടിച്ച് ഇറങ്ങി പോകുമ്പോ ആമേൻ സ്വന്തം കൂട്ടപ്പെട്ട ചിന്ത എന്താണെന്നറിയാമോ? എനിക്കല്ല ഈ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന്. അവന്റെ സ്വന്തം പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ട് അവന്റെ കാണുന്നതെല്ലാം തീർന്നു. അവന്റെ കച്ചവടമെല്ലാം കൂടി അവരെല്ലാം നഷ്ടപ്പെട്ടവരായി. ദൈവത്തിന്റെ വചനം പറയുന്നു പാപിക്കപ്പെടുന്ന മാനവനെ കഴിച്ച് അവനെ സ്വന്തം ദൈവത്തിന്റെ വചനം പറയുക അപ്പനെ കുറിച്ച് അവൻ ചിന്തിച്ചു. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അതിനകത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുക. അവൻ പറഞ്ഞു എന്റെ അപ്പന്റെ ഭവനത്തിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അനേക സമ്പത്തുണ്ട്. ആമേൻ സ്തോത്രം. മകനായിട്ട് സ്വീകരിച്ചില്ലേലും അവിടെ ഒരു വേലക്കാരനായിട്ടെങ്കിലും ജോലി കിട്ടിയാൽ എനിക്ക് ഭക്ഷണം കഴിച്ചു കിടക്കും. സ്തോത്രം. അവൻ ഓർത്തു ആമേൻ സ്തോത്രം അപ്പൻ എന്നെ കഴിച്ചത്തില്ല. പ്രിയമുള്ളവരെ, എന്താ അവിടെ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം. അവനെ ദൂരേന്ന് കണ്ടപ്പോൾ, നിങ്ങൾ ആ വാക്യം ഒന്ന് വായിക്കും, നല്ലതാ. 15-ാമത്തെ വാക്യം. ആമേൻ. 15-ാമത്തെ അധ്യായം ലൂക്കാ സുവിശേഷം 15-ാമത്തെ അധ്യായം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വായിച്ചാട്ടെ 17-ാമത്തെ വാക്യം. കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നത് ഞാന് വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അവന്റെ അടുക്കൽ ചെന്ന് അവനോട്
അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും കൃപ ചെയ്തിരിക്കുന്നു, പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പറയുക, ദൂരത്ത് നിന്ന് അപ്പൻ അവനെ കണ്ടു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. പിന്നെ തുറന്ന് എഴുതിയിരിക്കുക, ആമേൻ, അപ്പൻ ഇവൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. നിങ്ങൾ വീട്ടിൽ പോയിട്ട് കഥ വായിക്കണം. കർത്താവിന് സ്തോത്രം. അപ്പൻ ഇവൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. അപ്പം പറയുക, ചെരുപ്പ് കൊണ്ടുപോവാ, മോതിരം കൊണ്ടുപോവാ, ആമേൻ സ്തോത്രം, കയ്യിലിടാൻ വാച്ച് കൊണ്ടുപോവാ, ഉടുപ്പ് കൊണ്ടുപോവാ, ആമേൻ സ്തോത്രം, നല്ല കാളക്കുട്ടിയെ കൊന്ന്, ആമേൻ സ്തോത്രം, അറുത്ത് സൽക്കാരം ഉണ്ടാക്കുക, സെലിബ്രേഷൻ ഉണ്ടാക്കുക. ഹല്ലേലൂയ. വചനത്തിൽ എഴുതിയിരിക്കുക, അവിടെ വലിയൊരു സെലിബ്രേഷൻ നടക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ താഴെ 32-ാമത്തെ വാക്യം പറയുകയാണ്, നിന്റെ, ആമേൻ സ്തോത്രം, 32 സോറി, കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. 30-ാമത്തെ വാക്യം, കർത്താവിന്റെ സ്തോത്രം. ആമേൻ. 31, അതിന് അവൻ അവനോട്, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. നിന്റെ 32-ാമത്തെ വാക്യം, കർത്താവിന്റെ സ്തോത്രം. 32-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ആമേൻ സ്തോത്രം, തന്റെ ജ്യേഷ്ഠൻ അനിയൻ വന്നത് കണ്ട് വലിയ സന്തോഷമൊന്നും ഇല്ലാതെ കെറുവിച്ച് നിൽക്കുമ്പോ 32-ാമത്തെ വാക്യത്തിൽ അപ്പൻ ജ്യേഷ്ഠനോട് പറയുക, പൊന്നു മോനെ, നിന്റെ അനിയനുണ്ടല്ലോ, അവൻ ആരായിരുന്നു? അവൻ മരിച്ചവനായിരുന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അവൻ വീണ്ടും ജീവിച്ചു. കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, കാണാതെ പോയതിനെ കണ്ടുകിട്ടുമ്പോ, ആമേൻ സ്തോത്രം, അപ്പൻ സന്തോഷിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്തോഷം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. യേശുവിനെ കുറിച്ചുള്ള മംഗളവാർത്ത കേൾക്കുമ്പോൾ, യേശു ജനിക്കാൻ പോവുകയാണെന്ന്, ആമേൻ സ്തോത്രം, ബെത്ലഹേമിലെ, ആമേൻ, ഒരു പെൺകൊച്ചിനോട്, ആമേൻ സ്തോത്രം, ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുമ്പോ ദൈവത്തിന്റെ വാക്യം, ആമേൻ, ദൈവത്തിന്റെ വചനം പറയുക, ആമേൻ സ്തോത്രം, അവള് വളരെ സന്തോഷിച്ചു. There was great joy. ആമേൻ സ്തോത്രം. തുടർന്നെങ്ങോട്ട്, ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ വചനം യേശുവിനെ കുറിച്ചുള്ള എല്ലായിടത്തും നമ്മൾ കാണുന്ന ഒരു സംഭവം എന്താണെന്ന് അറിയാമോ? വലിയ സന്തോഷം. ഹല്ലേലൂയ. വായിച്ചാട്ടെ, കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം തന്നെ 2-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം, കർത്താവിന്റെ സ്തോത്രം. 2-ന്റെ-10-ാമത്തെ വാക്യം, കർത്താവിന്റെ സ്തോത്രം. 2-ന്റെ-10-ാമത്തെ വാക്യം പറയുകയാണ്, ദൂതൻ അവനോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ദൂതൻ മേരിയോട് പറയുക, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിന്നോട് അറിയിക്കുക. കർത്താവിന്റെ സ്തോത്രം. എന്താ കാര്യം? യേശു ജനിക്കാൻ പോവുക. കർത്താവിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, യേശുവിനെ കുറിച്ച് വചനം പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ സകല ജാതിക്കുമുള്ള മഹാസന്തോഷമാണ്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. യേശുവിനെ കിട്ടിയവർക്കെല്ലാം എന്ത് കിട്ടി? മഹാസന്തോഷം കിട്ടി. കർത്താവിന്റെ സ്തോത്രം. അതിന്റെ താഴത്തോട്ട് വായിക്കുമ്പോ അതിന്റെ 1-ന്റെ-47, കർത്താവിന്റെ സ്തോത്രം, 1-ന്റെ-47 ഇങ്ങനൊരു വാക്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? മേരി പറയുക, ഈ മംഗളവാർത്ത കേട്ടപ്പോ മറിയ പറയുക, ഞാൻ എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായിരിക്കുന്ന ദൈവത്തിൽ ഉല്ലസിക്കുന്നു. നമുക്കിത് കേൾക്കുമ്പോ ദൈവവചനമാ, അങ്ങനെയൊക്കെ കാണും എന്ന് പറഞ്ഞ് അങ്ങനെ നടക്കുക. കർത്താവിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, നിങ്ങൾ ആ സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആമേൻ സ്തോത്രം. കല്യാണത്തിൽ ചെയ്യാൻ മാത്രം കഴിഞ്ഞിട്ടുള്ള ഒരു പെങ്കൊച്ചിനോട്, ആമേൻ സ്തോത്രം, നിനക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുകയാണെന്ന് പറയുമ്പോ, ആമേൻ സ്തോത്രം, ആ കുഞ്ഞിന്റെ ടെൻഷൻ എന്തായിരിക്കും? സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുക, അത് കേട്ട് അവള് ടെൻഷൻ അടിച്ചില്ല. ദൈവത്തിന്റെ വചനം പറയുക, മറിയ പറയുക, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. I rejoice in my God. കർത്താവിന്റെ സ്തോത്രം. യേശുവിനെ കുറിച്ച് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഈ സന്തോഷത്തെ കുറിച്ച് കാണാം. കർത്താവിന്റെ സ്തോത്രം.
പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ട ആടിനെ കുറിച്ച് കേട്ടു, നഷ്ടപ്പെട്ട നാണയത്തെ കുറിച്ച് കേട്ടു, നഷ്ടപ്പെട്ട മകനെ കുറിച്ച് കേട്ടു. പ്രിയമുള്ളവരെ, എന്താ നഷ്ടമായത്? എങ്ങനെയാ നഷ്ടം വന്നത്? പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാമോ? യേശു കാൽവരി മലയിൽ നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, അവൻ സ്വോത്രം പാപയാഗം ചെയ്ത നിന്റെ പാപത്തിനും എന്റെ പാപത്തിനും പരിഹാരമായിട്ട് അവൻ തന്റെ ജീവനെ മരണത്തിൽ ഒഴുക്കി കൊടുത്തപ്പോൾ അവൻ സ്വോത്രം മാനവജാതിയോട് അവൻ വിളിച്ചു പറഞ്ഞു, അവൻ സ്വോത്രം നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും ഈ സദ്വാർത്ത, ഈ ഗുഡ് ന്യൂസ് അവൻ സ്വോത്രം നിങ്ങൾ വിളിച്ചു പറയണം. കാരണം എന്താണെന്ന് അറിയാമോ? അവൻ സ്വോത്രം ഹല്ലേലൂയ, അവൻ ക്രിസ്ത്യാനി മാത്രമല്ല, അവൻ സ്വോത്രം അവൻ മനുഷ്യകുലം മുഴുവൻ, യേശുവിൽ വിശ്വസിക്കുന്ന മനുഷ്യകുലം മുഴുവൻ, അവൻ സ്വോത്രം ഹല്ലേലൂയ, അവൻ അവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി യേശു മരിച്ചത് കൊണ്ട് ജീവനിലേക്ക് കടക്കുകയാണ്. ഇത് സദ്വർത്തമാനമാണ്. കർത്താവിന് സ്വോത്രം. അതുകൊണ്ടാ അവൻ സ്വോത്രം മറിയയോട് ദൂതൻ പറഞ്ഞത് സകല ജനത്തിനുമുള്ള മഹാസന്തോഷം. കർത്താവിന് സ്വോത്രം. ഇന്ന് പകൽ അവൻ ഇതുപോലൊരു നല്ല ദൈവം, അവൻ സ്വോത്രം നിനക്ക് വേണ്ടി മരിച്ചിട്ട്, ശ്രദ്ധിച്ച് കേൾക്കണം, അവൻ സ്വോത്രം നിനക്കും എനിക്കും വേണ്ടി കാൽവരിയിൽ മരിച്ചിട്ട്, അവൻ സ്വോത്രം നിനക്കും എനിക്കും പാപത്തിന് പരിഹാരമായിട്ട് അവൻ അടിച്ചുടയ്ക്കപ്പെട്ടു. അവന്റെ ശരീരം ഉഴവ് ചാരികൾ പോലെ കീറി മുറിവേൽപ്പിക്കപ്പെട്ടു. അവന്റെ ശരീരത്തിൽ നിന്നും രക്തം ധാരയായി ഒഴുകി. അവൻ സ്വോത്രം ദൈവത്തിന്റെ വചനം പറയുക, അവൻ സ്വോത്രം ക്രൂശിൽ മരിച്ചിട്ട് അവൻ സ്വോത്രം ഹല്ലേലൂയ വചനം പറയുന്നു, അവൻ നിനക്കെതിരായിട്ടുണ്ടായിരുന്ന സകല കയ്യെഴുത്തുകളും, അവൻ നിനക്കെതിരായിട്ടുണ്ടായിരുന്ന സാത്താന്റെ അവൻ സകല അവകാശങ്ങളും അവൻ ക്രൂശിൽ തറച്ച്, എവിടെ തറച്ചു? ക്രൂശിൽ തറച്ച് അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. He celebrated the victory on the cross. ഇത് വിളിച്ചു പറഞ്ഞിട്ട് അവൻ സ്വോത്രം ഹല്ലേലൂയ കേൾക്കാതെ ഇരിക്കുന്നവരെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുക. അവൻ സ്വോത്രം ഹല്ലേലൂയ ഈ സുവിശേഷം കേട്ടിട്ട് കേൾക്കാത്തവരെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണെന്നറിയാമോ? എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു, ജീവൻ നൽകി. കർത്താവിന് സ്വോത്രം. പ്രിയമുള്ളവരെ, നമുക്ക് പേരുണ്ടായിരുന്നു, എന്ത്? ജീവനുള്ളവൻ. പക്ഷെ അവസ്ഥ എന്തായിരുന്നു? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവനായിരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇനി ധൂർത്തപുത്രന്റെ അടുത്തേക്ക് വാ. അപ്പം പറയുക, ചേട്ടനോട് പറയുക, എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, ആമേൻ, എന്നാൽ അവൻ വീണ്ടും ജീവിക്കുന്നു. ഹല്ലേലൂയ. യേശു ഈ ഉപമ പറഞ്ഞത് എന്തിനാണെന്ന് അറിയാമോ? ഹല്ലേലൂയ, മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായി 2000 വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ സ്വോത്രം കാൽവരി മലയിലെ കുലക്കളത്തിൽ ആമേൻ സ്വോത്രം അവന്റെ ശരീരം ആമേൻ സ്വോത്രം ഹല്ലേലൂയ തകർക്കപ്പെട്ട് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ അവന്റെ മരണത്താൽ ജീവനുള്ളവനാക്കി മാറ്റിയിട്ട് ആമേൻ സ്വോത്രം ദൈവത്തിന്റെ വചനം പറയുക, അവനിൽ വിശ്വസിക്കുന്നവർക്ക്, ആർക്ക്? അവനിൽ വിശ്വസിക്കുന്നവർക്ക് ആമേൻ സ്വോത്രം അവന്റെ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവത്തിന്റെ വചനം പറയുക, ആമേൻ സ്വോത്രം. ഇത് വിളിച്ചു പറഞ്ഞിട്ട് വിശ്വസിക്കാത്തവരെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുക, ആമേൻ സ്വോത്രം ഹല്ലേലൂയ, നഷ്ടപ്പെട്ടവർ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ സ്വോത്രം ഹല്ലേലൂയ, യഹോവയുടെ സന്തോഷം നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? ആമേൻ സ്വോത്രം ഹല്ലേലൂയ, ദൈവം സന്തോഷിക്കണം. ദൈവത്തിന്റെ സന്തോഷമാണ് നമ്മുടെ അടുത്തേക്ക് തരുന്നത്, മനുഷ്യന്റെ സന്തോഷമല്ല. ദൈവത്തിന്റെ സന്തോഷം എപ്പോഴാ ഉണ്ടാകുന്നതെന്ന് അറിയാമോ? ആമേൻ സ്വോത്രം ഹല്ലേലൂയ, നഷ്ടപ്പെട്ടത്, മരിച്ചത് ചിലത് ജീവിക്കുമ്പോഴാ. മരിച്ചത് ജീവിക്കുമ്പോഴാ സ്വർഗം സന്തോഷിക്കുന്നത്. എങ്ങനെ മരിച്ചവർ? അതിക്രമങ്ങളാൽ മരിച്ചവർ, പാപത്താൽ മരിച്ചവർ. നീയും ഞാനും അതിക്രമത്താലും പാപത്താലും മരിച്ചവനായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ അപ്പച്ചന് ദയ തോന്നി അവന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ട് അവൻ വിളിച്ചു പറഞ്ഞു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്ക് മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്ത്. Somebody shout hallelujah. കർത്താവിന്റെ സ്തോത്രം.
ഹല്ലേലൂയ. ഇന്ന് രാത്രി നഷ്ടപ്പെട്ടത് ഇതിന്റെ അകത്തുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. സ്വതന്ത്രൻ. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല. ദൈവദാസനെ രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, രക്ഷയുടെ സന്തോഷം അനുഭവിക്കണമെങ്കിൽ ഹല്ലേലൂയ, നിന്റെ അപ്പച്ചൻ ആദ്യം സന്തോഷിക്കണം. നിന്റെ അപ്പച്ചൻ സന്തോഷിക്കണമെങ്കിൽ നഷ്ടപ്പെട്ട ചിലത് മടങ്ങി വരണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കാ സുവിശേഷം 15 ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. 15 ആമേൻ സ്തോത്രം 7 വാക്യം പറയുകയാണ്. ആമേൻ സ്തോത്രം. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. സ്വർഗത്തിൽ സെലിബ്രേഷൻ ഉണ്ടാകുന്നത് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ശമ്പള വർധന ഉണ്ടാകുമ്പോഴല്ല, സാലറി ഇൻക്രിമെന്റ് കിട്ടുമ്പോഴല്ല, നല്ല ജോലി കിട്ടുമ്പോഴല്ല, ഗവൺമെന്റ് ജോലി കിട്ടുമ്പോഴല്ല. സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്ന ഒറ്റ സമയത്ത് മാത്രമാണ്. അനുദമിക്കുന്ന പാവി മാനസാന്തരപ്പെടുമോ? രക്ഷയുടെ സന്തോഷം. ആമേൻ സ്തോത്രം. ഈ യേശുവിനെ ആമേൻ സ്തോത്രം നമ്മൾ രക്ഷകനായിട്ട് സ്വീകരിച്ചപ്പോ ഈ സന്തോഷം നമ്മുടെ മേൽ ദൈവം പകർന്നതാ. ഏത് സന്തോഷമാ? നീ നഷ്ടപ്പെട്ടവനായിരുന്നു, നീ മരിച്ചവനായിരുന്നു, എന്നാൽ നീ ജീവിക്കുന്നു. അവൻ നീ നഷ്ടപ്പെട്ടവനായിരുന്നു, എന്നാൽ നിന്നെ കണ്ടുകിട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് അപ്പൻ സെലിബ്രേറ്റ് ചെയ്യുക. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അനുഭവിച്ച രക്ഷയുടെ സന്തോഷം ഇന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? സ്വർഗത്തിലെ അപ്പച്ചനെ സന്തോഷിക്കാൻ പറ്റാത്ത ചിലത് നിന്റെ ജീവിതത്തിൽ ഇനിയും കിടക്കുന്നതുകൊണ്ടാ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി വാളവര തിന്നു കിടക്കുമ്പോ ബോധോദയമുണ്ടായ ധൂർത്തപുത്രനെ പോലെ ഇന്ന് രാത്രി അപ്പന്റെ അവൻ വിരിച്ച അവൻ ആ കൈകളിലേക്ക് മടങ്ങി വരാമോ? അപ്പം വിളിച്ചു പറയുകയാ, എന്റെ മകനെ ദൂരത്ത് നിന്നവനെ കണ്ടു. കാരണം എന്താ? ദൂരത്ത് നിന്ന് മകനെ കാണണമെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട്. എന്താണെന്ന് അറിയാമോ? അപ്പൻ മുഴുവൻ നേരം നോക്കിക്കൊണ്ടിരിക്കുക. എല്ലോ വരുന്നുണ്ടോ? എന്റെ കുഞ്ഞ് വരുന്നുണ്ടോ? ക്രിസ്ത്യാനിയെ കുറിച്ചല്ല, മനുഷ്യകുലത്തെ കുറിച്ച് മുഴുവനുമാ പറയുന്നത്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക, അവൻ സകല ജഡത്തിന്റെയും ദൈവമായിരിക്കുന്ന യഹോവയാകുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി മടങ്ങി വരുമ്പോൾ സന്തോഷിക്കുന്ന ഒരു ദൈവം. പറഞ്ഞേ, മടങ്ങി വരുമ്പോൾ റിജോയ്സ് ചെയ്യുന്നൊരു സന്തോഷം. ആമേൻ സ്തോത്രം. വചനമെടുത്ത് പറഞ്ഞപ്പോഴാ ആമേൻ അവര് കരഞ്ഞ്. ഇന്ന് രാത്രി നിങ്ങളെ ഉള്ളം പൊടിയുന്നുണ്ടോ? കർത്താവിന് സ്തോത്രം. കരഞ്ഞുകൊണ്ടിരിക്കുന്നവരെ നോക്കി നെഹമ്യാ വിളിച്ചു പറയുകയാ, കരയണ്ട. നീ മരയുമ്പോ, നീ കരയുമ്പോ നിന്റെ ആ ഗോഡ്ലി സോറോ ഉണ്ടല്ലോ, അവരെ സന്തോഷിപ്പിക്കും. അപ്പ സന്തോഷിപ്പിക്കും. ആമേൻ. അപ്പൊ നിന്നെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് നെഹമ്യാ പറയുകയാ, joy of the Lord is your strength. Don't weep. Do not weep. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി മടങ്ങി വാ പ്രിയമുള്ളവരെ. ഈ ആലയം തുറന്നു കിട്ടിയപ്പോ, നമ്മൾ അവസാനിപ്പിക്കാൻ പോവുക, ഈ ആലയം തുറന്നു കിട്ടിയപ്പോ ഞാൻ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മുന്നേ ഒത്തിരി പ്രയോറിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പാ ഇനി ഒന്നും വേണ്ട, നിന്റെ മഹത്വം മാത്രം മതി, അതിനുള്ള കൃപ തന്നാ മതി. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇന്നലെ വണ്ടി എടുത്തുകൊണ്ട് പോയി. എന്തിനാണെന്നറിയാമോ? ഒരു ടാമ്പറി കുറെ നാളായിട്ട് മേടിക്കുമെന്ന് വിചാരിച്ചു. ആമേൻ സ്തോത്രം. ഒരു റീകമ്മിറ്റ്മെന്റിന് ആമേൻ സ്തോത്രം അടുത്ത ദിവസത്തേക്ക് വെക്കരുത്. സമയം ഒട്ടും ഉണ്ടായിരുന്നില്ല, എന്നാലും മേടിച്ചിട്ടേ ഉള്ളൂ. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ മുന്നിൽ നൃത്തം ചെയ്ത് ആരാധിക്കണം. എന്തിനാണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം. കൊറോണ വന്നത് കൊണ്ടല്ല, ആമേൻ പലരുടെയും ജോലി നഷ്ടപ്പെട്ടത് കൊണ്ടല്ല, ആമേൻ എന്റെ സന്തോഷം എന്റെ സാഹചര്യവുമായി ബന്ധപ്പെട്ടതല്ലെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാ. എന്റെ സന്തോഷം സ്വർഗത്തിൽ നിന്നോ, എന്റെ അപ്പൻ എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ടോ. ഞാൻ മരിച്ചവനായിരുന്നു. എല്ലാവരും എഴുന്നേറ്റാട്ടെ. ഞാൻ മരിച്ചവനായിരുന്നു. എന്നാൽ എന്നേക്കും ജീവിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് എത്ര പേർക്ക് സമർപ്പണമുണ്ട്? കഴിഞ്ഞ 4-5 മാസമായി നമുക്ക് ആരാധിക്കാൻ ഉണ്ടായിരുന്നില്ല സ്ഥലം. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ 4-5 മാസമായി നമുക്ക് ആരാധിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി തുറന്നു കിട്ടിയിരിക്കുക. ഒരു റീഡെഡിക്കേഷൻ ഉണ്ടോ? അപ്പം നോക്കിക്കൊണ്ടിരിക്കുക.
നിന്റെ പേരിന് വേണ്ടി നീ കുറെ നാൾ നടന്നില്ലേ? ആമേൻ. നിന്റെ കൂട്ടത്തിന്റെ ആൾക്കാർക്ക് മാത്രമായിട്ട് നീ ചിലത് ചെയ്തില്ലേ? ഇന്ന് രാത്രി മടങ്ങി വാ. നിന്റെ പൊസിഷന് വേണ്ടി നീ നടന്നില്ലേ? ഇന്ന് രാത്രി മടങ്ങി വാ. നിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി നടന്നില്ലേ? ഇന്ന് രാത്രി മടങ്ങി വാ. നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പേരും പ്രശസ്തിയും ഉണ്ടാക്കാനല്ല, ഒരു നല്ല ദാസനെ കണ്ണുകളടച്ചാട്ട് ഒരു നല്ല ദാസനെ എന്ന് വിളി കേൾപ്പിക്കാനാ. സമർപ്പണമുണ്ട്. എല്ലാ കണ്ണുകളും അടയട്ടെ. ആരുടെയും കണ്ണുകൂടെ തുറന്നിരിക്കണ്ട. കർത്താവിനോട് പറഞ്ഞാട്ടെ, ഞാനാ ധൂർത്തപുത്രൻ, ഞാനാ മരിച്ചവൻ. ഇന്ന് രാത്രി ഞാൻ മടങ്ങി വരികയാ. തോളിലേറ്റി സന്തോഷിക്കുന്ന ഇടയന്റെ അപ്പാ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. എന്റെ കുഞ്ഞ്, എന്റെ കുടുംബം, എന്റെ സഭ, കർത്താവേ എന്നെ സഹായിക്കണം. നിന്റെ ഹൃദയത്തിന്റെ ഭാരം അറിയുവാൻ എനിക്ക് കൃപ നൽകണം. ദൈവമേ, എന്നെ രൂപാന്തരപ്പെടുത്തിയാട്ടെ. ഒരു ദൈവശക്തി ഇതിന്റെ അകത്തിറങ്ങട്ടെ. ഈ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും, ഈ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് പറയുന്നവർ മാത്രം, നല്ല തീരുമാനമുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തിയാട്ടെ. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ഒരു റീഡെഡിക്കേഷൻ. യേശുവേ, എനിക്കൊന്നും വേണ്ട. വാളവർ തിന്ന് കിടക്കുമ്പോ, എനിക്കെല്ലാം നഷ്ടമായപ്പോ ഞാൻ ഒരു കാര്യം അറിഞ്ഞു. എന്റെ ഈ സന്തോഷം എന്ന് പറയുന്നത് എന്റെ മക്കളും, എന്റെ കുടുംബവും, എന്റെ ജോലിയും, എന്റെ ആരോഗ്യവും ഒന്നല്ല, എന്റെ സൗന്ദര്യമല്ല, എന്റെ സമ്പത്തല്ല. യേശുവേ, എനിക്ക് നിന്നെ മതി. സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയാ ഈ 2020. ലോകം മുഴുവൻ വേദനിക്കുമ്പോ, കൊറോണ വന്ന് കരയുമ്പോ, സ്വർഗം സന്തോഷിക്കും നിന്റെ മാനസാന്തരം. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, നിന്റെ സമർപ്പണം. യേശുവേ, എന്നെ ഞാൻ നിനക്ക് തരികയാ. ഇന്ന് രാത്രി ഞാൻ മടങ്ങി വരിക. ഐ കമ്മിങ് ബാക്ക്. എല്ലാ കണ്ണുകൾ മടച്ചു പാടിയാട്ടെ. ഒരു സമർപ്പണത്തോടെ കർത്താവിനോട് പറഞ്ഞാട്ടെ, യേശുവേ, എനിക്ക് എന്റെ ജോലിയായിരുന്നു എനിക്ക് വിനത്. വിശ്വാസം നീയെ കൊടുക്കാറ്റിൻ മധ്യയിൽ സാന്നിധ്യം മതി. നീയാണ് ശക്തിയോ എൻ വിശ്വാസവും എൻ കൂടെയിരുന്നവൻ ഇന്നും എന്നരികെ എൻ കൂടെ നീയുണ്ട്. കാലമെല്ലാം ഞാൻ കൂടെ ഉയർന്നു വരൂ. നീ മാത്രമാരൻ പാറകളിലൂ തിരകളിലൂ കാണുന്നു നിൻ പാദങ്ങൾ. ഉയർന്നു വരൂ തിരകളിലൂ. നീ മാത്രമാണ് പാറ. അലകളിലൂ തിരകളിലൂ കാണുന്നു നിൻ പാദങ്ങൾ. രോഗക്കിടക്കയിൽ എഴുന്നേൽക്കാമെന്ന് ചൊല്ലി യഹോവ രാഫ, സൗഖ്യദായകൻ നീയേ രോഗക്കിടക്കയിൽ എഴുന്നേൽക്കാമെന്ന് ചൊല്ലി യഹോവ രാഫ, സൗഖ്യദായകൻ നീയേ. കരങ്ങളെ ഉയർത്തി യേശുവേ, എൻ കൂടെ നീ
വരും കാലമെല്ലാം ഞാൻ നിൻ കൂടെ ഉയർന്നു വരും തിരകളിലും നീ മാത്രമാനൻ പാറ അലകളിലും തിരകളിലും കാണുന്നു നിൻ പാദങ്ങൾ ഉയർന്നു വരൂ തിരകളിലും നീ മാത്രമാനൻ പാറ അലകളിലും തിരകളിലും കാണുന്നു നിൻ പാദങ്ങൾ യാതിയേ നീ എന്നെ വാഴാതെ എന്നെ നിന്റെ തല കുരിഞ്ഞിടും വിരോധമായ നിന്നായുധങ്ങൾ എന്നെ ഫലിക്കാതെ വ്യാധിയെ നീ എന്നെ വാഴാതെ എന്നിൽ നിന്റെ തല കുരിഞ്ഞിടും വിരോധമായ നിന്നായുധങ്ങൾ എന്നിൽ പതിക്കാതെ വ്യാധിയെ നീ എന്നെ വാഴാതെ എന്നിൽ നിന്റെ തല കുനിഞ്ഞിടും വിരോധമായ നിന്നായുധങ്ങൾ എന്നിൽ പതിക്കാതെ ഉയർന്നു വരും തിരകളിലും മാത്രമാനൻ പാറ. എല്ലാ കണ്ണുകളും അടച്ച് എല്ലാ കരങ്ങളും ഉയർത്തി ദൈവത്തോട് പറയാമോ, യേശുവേ ഇന്ന് രാത്രി ഞാൻ എന്നെ തരികയാണ്, ഞാൻ എന്നെ തരികയാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഞാൻ ആ വചനം കേട്ടു. ഈ പുസ്തകം നാളുകൾക്ക് ശേഷം ഈ പീഠത്തിനകത്തേക്ക് കൊണ്ടുവന്നപ്പോ നിന്റെ വചനങ്ങൾ ഞങ്ങൾ കേട്ടു. കർത്താവേ, അത് കേട്ട് എന്റെ ഉള്ളത്തിൽ എനിക്ക് മനസ്സിലായി, അവൻ ഞാൻ നഷ്ടപ്പെട്ടവനായി, ഞാൻ മരിച്ചവനായിരുന്നു. എന്റെ ആകൃത്യത്തിൽ, എന്റെ പാപത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഞാൻ നഷ്ടപ്പാക്കി കളഞ്ഞ അവൻ സകലതും ഞാൻ ഏറ്റുപറയുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ, യേശുവേ ഇന്ന് രാത്രി അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞാൻ എന്നെ ഏൽപ്പിക്കുകയാണ്. യേശുവേ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, യേശു എനിക്ക് വേണ്ടി മരിച്ചു. നിങ്ങൾ കേൾക്കുന്ന ശബ്ദത്തിൽ നിങ്ങൾ പറയണം, യേശുവേ നീ എനിക്ക് വേണ്ടി മരിച്ചു. ഞാനത് വിശ്വസിക്കുന്നു. അവൻ ഈ പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് അവൻ ഒരു ബ്രദർ പറയുന്നത് ഞാൻ കേട്ടു, ആ ബ്രദർ പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ വിശ്വസിക്കുന്നു, യേശു എനിക്ക് വേണ്ടി മരിച്ചു. യേശു ദൈവപുത്രനാ, എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഞാനത് അറിയിക്കുകയും ഞാനത് വിശ്വസിക്കുകയും ഞാൻ മടങ്ങി വരികയും ചെയ്യുമ്പോൾ, പറഞ്ഞാട്ടെ, ഞാൻ മടങ്ങി വരികയും ചെയ്യുമ്പോൾ എന്റെ ദൈവം സന്തോഷിക്കും. എന്നെ ഉണ്ടാക്കിയ ദൈവം, എന്നെ മെനഞ്ഞവൻ സന്തോഷിക്കും. ഇന്ന് രാത്രി ഞാൻ മടങ്ങി വരികയപ്പാ. യേശുവേ എന്റെ പാപത്തെ ക്ഷമിക്കണമേ. പറഞ്ഞാട്ടെ, ആരും നാണിക്കണ്ടേ, ആരും അടുത്തിരിക്കുന്നവരെ നോക്കണ്ട. എല്ലാ കണ്ണുകളും അടച്ചിരിക്കുമ്പോൾ അവൻ സ്വതന്ത്ര നാളുകൾക്ക് ശേഷം ഈ ഹോള് തുറന്നിരിക്കുക. ഇന്ന് രാത്രി സ്വർഗം സന്തോഷിക്കട്ടെ.
നീ പറയുന്നത് കേട്ട് സ്വർഗം സന്തോഷിക്കട്ടെ, അപ്പൻ സന്തോഷിക്കട്ടെ. ഒരു സമർപ്പണത്തിലേക്ക് പോ. ഞാൻ വചനം വായിക്കും. പറഞ്ഞേ, ഞാൻ വചനം വായിക്കും, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ വചനം അനുസരിക്കും, ഞാൻ വചനം കേൾക്കുന്നവനാകും, ഞാൻ ആരാധിക്കുന്നവനാകും. യേശുവേ, എന്റെ പാപം എന്നോട് ക്ഷമിക്കണമേ, എന്റെ അകൃത്യങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. എന്റെ സകല പാപങ്ങളും എന്റെ സകല ശാപങ്ങളും നീ ക്രൂശിൽ വഹിച്ചതുകൊണ്ട് ആമേൻ, ഇന്ന് രാത്രി ഞാൻ നിനക്ക് നന്ദി പറയുക. പറഞ്ഞാട്ടെ, മടിക്കരുത്. പറഞ്ഞാട്ടെ, വായികൾ തുറന്ന് പറഞ്ഞാട്ടെ, യേശുവേ, യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു നീ എനിക്ക് വേണ്ടി മരിച്ചു. ഇന്ന് രാത്രി എന്നെ അങ്ങയുടെ മകനായി, എന്നെ അങ്ങയുടെ മകളായിട്ട് യേശുവേ ഒരിക്കൽ കൂടി നീ എന്നെ സ്വീകരിക്കണമേ. ഹല്ലേലൂയ. നീ അത് പറയുമ്പോ നീ പറയുന്നത് എന്തെന്ന് കേൾക്കാൻ നിൽക്കാതെ നിന്റെ മാറോട് ചേർക്കുന്ന ഒരു സ്നേഹമുണ്ട്. അവന്റെ പേരാ യേശു ക്രിസ്തു. ഇന്ന് രാത്രി ആ നാമം ഉയരട്ടെ. നീ പറയുമ്പോ സന്തോഷിക്കുന്ന, എനിക്കറിയത്തില്ല, ദൈവത്തിന്റെ സാന്നിധ്യം ഇതിന്റെ അകത്ത് ചിലതിനെ മൂടുകയാ. കണ്ണുകളെ അടച്ചാട്ടെ, ആരും കണ്ണു തുറക്കല്ലേ, കണ്ണുകളെ അടച്ചാട്ടെ. നിന്റെ ശാപത്തിന്റെ കെട്ടുകളെ അഴിപ്പാൻ യേശു ഇതിന്റെ അകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ രോഗത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ, നിന്റെ രോഗശൈലിയിൽ നിന്ന് മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. യേശുവിനോട് പറഞ്ഞാട്ടെ, യേശുവേ നിനക്ക് നന്ദി, യേശുവേ നിനക്ക് നന്ദി. എന്നെ അങ്ങയുടെ മകനാക്കി മാറ്റണം, എന്റെ രോഗങ്ങൾ മാറ്റണം, എന്റെ ശാപങ്ങൾ അവിടുന്ന് എടുത്തു കളയണം, എന്റെ പാപങ്ങൾ അവിടുന്ന് ക്ഷമിക്കണം, അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണം. കർത്താവേ, ഇന്ന് രാത്രി അങ്ങനെ വീണ്ടും ഒരു റീഡെഡിക്കേഷൻ എനിക്ക് തന്നതിനായിട്ട് നന്ദി. എന്റെ പ്രാർത്ഥനാ ജീവിതം നവീകരിച്ചതിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. സ്വർഗത്തിൽ സന്തോഷമുള്ളതിനായിട്ട് ഞാൻ നന്ദി പറയുക കർത്താവേ. ഈ സന്തോഷം എന്റെ ബലമാ കർത്താവേ. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശുവിൻ നല്ല നാമത്തിൽ നല്ല പിതാവേ, സ്വർഗീയ പിതാവേ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. എന്റെ അപ്പച്ചൻ ഇവരെ അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ ഇവരുടെ രോഗങ്ങൾ ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ കർത്താവ്. ഈ കേട്ട വചനത്തിന് മുന്നിൽ ഞങ്ങൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യം അറിയാം. യേശുവേ, നിന്റെ വചനത്തിന് ശക്തിയുണ്ട്. അത് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാ കർത്താവ്. ഇന്ന് രാത്രി സകല ബന്ധനങ്ങളും സകല കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു മാറട്ടെ. രോഗത്തിന്റെ അവസ്ഥകൾ, അവൻ നെക്ക് പെയിൻസ്, യേശുവിന്റെ നാമത്തിൽ കഴുത്തിന് വേദനയുള്ള ആമേൻ, സോദരം, ഹല്ലേലൂയ, ആമേൻ, ചിലതിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ ഇപ്പോൾ. ആമേൻ, നീരാളി പോലെ കെട്ടിയിട്ട ചിലത് ഇന്ന് രാത്രി ആ നീരാളി കെട്ട് അഴിഞ്ഞു മാറട്ടെ. പാരമ്പര്യത്തിന്റെ ദുഷ്ടശക്തികൾ, ആമേൻ, നേർച്ച കാഴ്ചകളുടെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ ആലയത്തിൽ വെച്ച് ഉടച്ചു കളയുകയാണ്. കർത്താവ്, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. ഒരു ജീവന്റെ പുതുക്കം, ഒരു ജീവന്റെ പുതുക്കം ഈ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. അപ്പ കർത്താവേ, അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് ഇവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭാവിയെ കുറിച്ച് ആകുലപ്പെട്ടിരിക്കുന്ന ചിലതിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ ശക്തി, നിന്റെ ബലം എന്റെ സന്തോഷമാ, മടങ്ങി വാ. നിന്റെ ബലം എന്റെ സന്തോഷമാ, മടങ്ങി വാ. ആമേൻ. ഒരു പുതിയ സമർപ്പണത്തിലേക്ക് നീ ഇന്ന് പകൽ മടങ്ങി വരുമെങ്കിൽ ആമേൻ, സ്തോത്രം, നിന്റെ കെട്ടുകളെ അഴിപ്പാൻ യഹോവയായ ദൈവം വിശ്വസ്തനാ. കർത്താവേ, അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി. ഏറെ മാസങ്ങൾക്ക് ശേഷം മടങ്ങി വരുവാൻ സ്വർഗ്ഗ കൃപ തന്നതിനായിട്ട് നന്ദി. കർത്താവേ, ഞങ്ങളിൽ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ എന്റെ അപ്പൻ കാത്തു പരിപാലിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, ആ പ്രൊട്ടക്ഷന്റെ പുതുപ്പ് ഈ കൂട്ടത്തിന്റെ മേൽ എന്നും സ്ഥിരമായിരിക്കട്ടെ. യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ ഈ കൂട്ടത്തെ മൂടി മറയ്ക്കുകയാണ്.
സംഹാരദൂതൻ, the death angel, അവൻ കാണുവാൻ സാധിക്കാത്ത വിധത്തിൽ നിന്റെ രക്തം കൊണ്ട് ഞങ്ങൾ മറയട്ടെ. അപ്പച്ചനെ അനുഗ്രഹിച്ച് കൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശുവിൻ നല്ല നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ഈ വാക്യങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു പാട്ട് പാടി പെട്ടെന്ന് ആമേൻ സ്തോത്രം ആശീർവാദം പറയും, നമ്മൾ പിരിയും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ വർഷം പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ശ്രീ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മദ്യവാനിൽ വെളിപ്പെടുവാൻ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മദ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം അസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം അസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്നാം വേഗത്തിൽ വിടത് കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്നാം വേഗത്തിൽ വിടത് കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ. കാന്തൻ യേശു വരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ. കാന്തൻ യേശു വരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്നാം വേഗത്തിൽ വിടത് കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്നാം വേഗത്തിൽ വിടത് കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. രോഗദുഃഖങ്ങളും മരണമതും ചെല്ലും നീ ഭയപ്പെടാതെ. രോഗദുഃഖങ്ങളും മരണമതും ചെല്ലും നീ ഭയപ്പെടാതെ. ദേഹം മണ്ണോട് ചേർന്നാലും രൂപാന്തരം പ്രാപിക്കൂ. ദേഹം മണ്ണോട് ചേർന്നാലും രൂപാന്തരം പ്രാപിക്കൂ. ചേരുന്നാം വേഗത്തിൽ വിടത് കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്നാം വേഗത്തിൽ വിടത് കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്നാം വേഗത്തിൽ വിടത് കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. പരിശുദ്ധ പിതാവേ, ഈ നല്ല രാത്രികാലത്തിനായി സ്തോത്രം. അടിയങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഇന്നത്തെ രാത്രികാലം പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, അങ്ങേ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവോട് നടിയാക്കി കൃപയ്ക്കായി സ്തോത്രം. ദാസനോട് ശ്രേഷ്ഠമേറിയ ദൂതിനെ ഇന്നത്തെ രാത്രികാലം അടിയങ്ങൾക്ക് വിളമ്പി തന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടതായ ഒരു ദ്രവ്യ, ഹല്ലേലൂയ, നഷ്ടപ്പെട്ടതായ ഒരാട്, നഷ്ടപ്പെട്ടതായ ഒരു മകൻ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മൂന്നും ഒരുപോലെ നഷ്ടമായി പോയപ്പോൾ ഹല്ലേലൂയ കിട്ടിയപ്പോഴുണ്ടായതായ സന്തോഷം, അതുപോലെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളുടെ കർത്താവേ, അങ്ങയുടെ അടിയങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ ഹല്ലേലൂയ അനേകരെ ഹല്ലേലൂയ രക്ഷയെങ്കിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവേ, ഹല്ലേലൂയ, ഒരു ധൂർത്തപുത്രന്റെ പിതാവ് പ്രകാരം തന്റെ മകനെ, നഷ്ടപ്പെട്ടതായ മകനെ നോക്കിക്കൊണ്ടിരുന്നത് പോലെ കർത്താവേ, ഹല്ലേലൂയ, നീ നശിച്ചു പോകുന്നതായ ഒരു തലമുറയെ നോക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഇന്നത്തെ രാത്രികാലം പിന്നെയും കർത്താവേ നിന്റെ ദാസനിൽ കൂടെ അരുളി ചെയ്തതിനാൽ ഞങ്ങൾ തന്നെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. ഈ ദേശത്ത് അനേകര് നഷ്ടപ്പെട്ടവരുണ്ട് കർത്താവേ. ഹല്ലേലൂയ, ദൈവകൃപയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം
കർത്താവ് പിന്നെയും അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ, ഞങ്ങളുടെ മീറ്റിങ്ങുകളൊക്കെയും അതിന് ഉപയുക്തമായി തീരുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിച്ചതിന്റെ ദാസനെ അവിടുന്ന് തിരുക്കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ രാത്രികാലം അനേക മാസങ്ങൾക്ക് ശേഷം ഹല്ലേലൂയ സന്തോഷകരമായ ഒരു രാത്രികാലം അടിയങ്ങൾക്ക് തന്നതിനാൽ ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവകൃപ പിന്നെയും പകർന്ന് സഹായിക്കും. നിന്റെ കൃപയാൽ അടിയങ്ങളെ വഴി നടത്തും. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. സമാധാനത്തോടെ അടിയങ്ങളെ അയച്ചാട്ടെ. നിന്റെ കൃപയും സാന്നിധ്യം അടിയങ്ങളെ മേൽ പകർന്ന് അനുഗ്രഹിക്കും. നിന്റെ കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്ത പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ലോകമെമ്പാടുള്ള എല്ലാ വിശുദ്ധന്മാരോടും ഇന്നേ വചനം സംസാരിച്ചതായ പ്രിയദാസനോടും ഹല്ലേലൂയ കുടുംബത്തോടും നമ്മുടെ ഓരോരുത്തരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മൂലം ജയം തരുന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. സമാധാനത്തോടെ നമുക്ക് കടന്നു പോകാം. ദൈവം പിന്നെയും സഹായിക്കുമാറാകട്ടെ.